Let's listen to another story from 3rd Standard English, Unit 5. The title is Honesty Pays. സത്യസന്ധത പ്രതിഫലം നൽകുന്നു. ഹോണസ്റ്റി പേസ് എന്ന് തുടങ്ങുന്ന 5th യൂണിറ്റാണ് 3rd സ്റ്റാൻഡേർഡിൽ 3ാം ക്ലാസ്സിലെ 5th യൂണിറ്റ്. നോക്കാം നമുക്ക്. ഹോണസ്റ്റി ഈസ് ദ ഫസ്റ്റ് ചാപ്റ്റർ ഇൻ ദ ബുക്ക് ഓഫ് വിസ്ഡം. തോമസ് ജെഫേഴ്സൻ്റെ ഒരു കൊട്ടേഷൻ ആയ അല്ലെങ്കിൽ കുറച്ച് വേർഡ്സ് ആയ ഹോണസ്റ്റി ഈസ് ദ ഫസ്റ്റ് ചാപ്റ്റർ ഇൻ ദ ബുക്ക് ഓഫ് വിസ്ഡം എന്ന് പറയുന്ന കൊട്ടേഷനോട് കൂടിയാണ് അല്ലെങ്കിൽ കുറച്ച് സെൻറ്റൻസോട് കൂടിയാണ് നമ്മുടെ ഹോണസ്റ്റി പേസ് എന്ന് പറയുന്ന യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഹോണസ്റ്റി എന്ന് പറയുന്നത് എന്താണ്? സത്യസന്ധതയാണ് ഫസ്റ്റ് ചാപ്റ്റർ ഇൻ ദ ബുക്ക് ഓഫ് വിസ്ഡം. വിസ്ഡത്തിൻ്റെ ജ്ഞാനം, അറിവ്, വിവേകം എന്നൊക്കെ പറയും. അപ്പോൾ അറിവിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള ആദ്യത്തെ ചാപ്റ്റർ എന്താണ്? ആദ്യത്തെ പാഠമാണ് സത്യസന്ധത എന്ന് തുടങ്ങുന്ന നമ്മുടെ തോമസ് ജെഫേഴ്സൻ്റെ കൊട്ടേഷനോട് കൂടിയാണ് ഹോണസ്റ്റി പേസ് എന്ന് പറയുന്ന യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. Then here you can see a picture of a garden and a farmer is watering his plants. അല്ലേ? നമുക്ക് ഇവിടെ ഒരു പിക്ചർ കാണാവുന്നതാണ്. ഒരു വെജിറ്റബിൾ ഗാർഡൻ ആണ്. അവിടെ ഒരു ഫാമർ വെള്ളമൊക്കെ പ്ലാന്റ്സിന് നനച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ദ സബ് ഹെഡിങ് ഈസ് ദ ഫാമർ. അപ്പോൾ ഫാമർ അഥവാ കൃഷിക്കാരൻ അല്ലെങ്കിൽ കർഷകൻ എന്നൊക്കെ പറയുന്ന ഹെഡിങ് ആണ്. നോക്കാം നമുക്ക് എന്താണ് സ്റ്റോർ ചെയ്യുന്നത്. എ ഫാമർ ലിവ്ഡ് ഇൻ എ വില്ലേജ് വിച്ച് വാസ് നിയർ ദ പാലസ്. ഹി വാസ് ഹാർഡ് വർക്കിംഗ് ആൻഡ് ഹോണസ്റ്റ്, but he couldn't earn much. I must save something for the future, he thought. After many years of hard work, he earned enough to buy a gold coin. This is mine, the result of my hard work. He looked at the coin. It was shining in his palm. Where should I keep this coin? It's not safe at home. I will keep it somewhere else. അപ്പോൾ എന്താണ് പറയുന്നത്? ഒരു ഫാർമറെ കാണുന്നുണ്ട്. എ ഫാമർ ലിവ്ഡ് ഇൻ എ വില്ലേജ് വിച്ച് വാസ് നിയർ ദ പാലസ്. അപ്പോൾ കൊട്ടാരത്തിനടുത്തായിട്ട് ഉള്ള ഒരു ഗ്രാമത്തിലാണ് ഈ ഒരു ഫാർമർ ജീവിച്ചിരുന്നത്. അപ്പോൾ എ ഫാമർ ലിവ്ഡ് ഇൻ എ വില്ലേജ്, ഒരു ഫാർമർ ഒരു ഗ്രാമത്തിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു. ആ വില്ലേജിൻ്റെ പ്രത്യേകത, വില്ലേജ് വിച്ച് വാസ് നിയർ ദ പാലസ്, കൊട്ടാരത്തിനടുത്തുള്ള ആയിരുന്നു ആ വില്ലേജ്, ആ ഗ്രാമം. ഹി വാസ് ഹാർഡ് വർക്കിംഗ് ആൻഡ് ഹോണസ്റ്റ്, വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന പരിശ്രമശാലിയും അതുപോലെ തന്നെ സത്യസന്ധനുമായിരുന്നു ഈ ഫാർമർ. ബട്ട് ഹീ കുഡിൻ ഏൺ മച്ച്. പക്ഷേ ഇയാൾക്ക് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഒന്നും തന്നെ ഇതുവരെ നേടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഏൺ എന്ന് പറഞ്ഞാൽ സമ്പാദിക്കുക, നേടുക എന്നൊക്കെയാണ്. ഹീ കുഡിൻ ഏൺ മച്ച്, വളരെയധികം ഒന്നും സമ്പാദിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഐ മസ്റ്റ് സേവ് സംതിങ് ഫോർ ദ ഫ്യൂച്ചർ, ഹീ തോട്ട്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഭാവിയിലേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സേവ് ചെയ്യണം, സൂക്ഷിക്കണം, കരുതണം എന്നൊക്കെ അയാൾ വിചാരിച്ചു. ആഫ്റ്റർ മെനി ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക്, അങ്ങനെ ഒരുപാട് വർഷത്തെ കഠിനാധ്വാനത്തിന് ശേഷം ഹി ഏൺഡ് ഇനഫ് ടു ബൈ എ ഗോൾഡ് കോയിൻ. അപ്പോൾ ഒരു ഗോൾഡ് കോയിൻ, ഒരു സ്വർണ്ണ നാണയം വാങ്ങാൻ വേണ്ടിയുള്ള സമ്പാദ്യം അയാൾ ഒരുപാട് വർഷത്തെ പരിശ്രമം കൊണ്ട്, ഹാർഡ് വർക്ക് കൊണ്ട് നേടി. ദിസ് ഈസ് മൈൻ, ദ റിസൾട്ട് ഓഫ് മൈ ഹാർഡ് വർക്ക്. അപ്പോൾ അയാൾ സന്തോഷിച്ചുകൊണ്ട് പറയുന്നത് എന്താണ്? ദിസ് ഇസ് മൈൻ, ഇത് എൻ്റേതാണ്. ദ റിസൾട്ട് ഓഫ് മൈ ഹാർഡ് വർക്ക്, എൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണിത്. ഹീ ലുക്ക്ഡ് അറ്റ് ദ കോയിൻ, എന്നിട്ട് അവൻ ആ കോയിനിലേക്ക്, ആ ഒരു നാണയത്തിലേക്ക് നോക്കി. ഇറ്റ് വാസ് ഷൈനിങ് ഇൻ ഹിസ് പാം. പാം എന്ന് പറയുന്നത് നമ്മുടെ കൈയിൻ്റെ ഉള്ളനടിക്കാണ്, ഉള്ളൻ കൈക്കാണ് പാം എന്ന് പറയുക. അപ്പോൾ ആ പാമിലാണ് നമ്മുടെ ഈ ഗോൾഡ് കോയിൻ വെച്ചിട്ടുള്ളത്. ഇറ്റ് വാസ് ഷൈനിങ് ഇൻ ഹിസ് പാം. അപ്പോൾ ആ കയ്യിലിരുന്നുകൊണ്ട് ആ ഗോൾഡ് കോയിൻ നന്നായി തിളങ്ങുന്നുണ്ടായിരുന്നു. വേർ ഷുഡ് ഐ കീപ് ദിസ് കോയിൻ? ഇത് ഞാൻ എവിടെ സൂക്ഷിക്കും? ഈ കോയിൻ ഈ നാണയം ഞാൻ എവിടെ സൂക്ഷിക്കും? ഇറ്റ്സ് നോട്ട് സേഫ് അറ്റ് ഹോം. എൻ്റെ വീട്ടിൽ ഇത് എന്തല്ല, സുരക്ഷിതമല്ല. ഐ വിൽ കീപ്പ് ഇറ്റ് സംവെയർ എൽസ്. ഞാനിത് മറ്റെവിടെയെങ്കിലും സൂക്ഷിക്കും എന്ന് പറയണം. എ സേഫ് പ്ലേസ്, അടുത്ത സബ് ടൈറ്റിലാണ് എ സേഫ് പ്ലേസ്, ഒരു സുരക്ഷിതമായ സ്ഥലം. ദ ഫാമർ വെന്റ് നിയർ ദ പാലസ്. ദർ വാസ് എ ഹ്യൂജ് വാൾ അറൗണ്ട് ഇറ്റ്. He found a loose brick in the wall. This is a safe place to hide my coin, he said to himself.
The farmer put his hand in his pocket and felt the coin. He tiptoed towards the wall and took the brick out. Carefully, he kept the gold coin in the gap and placed the brick back. Be safe here, my dear coin. You are my life, he whispered. He walked home happily. അങ്ങനെ എ സേഫ് പ്ലേസ്, ആ സുരക്ഷിതമായ സ്ഥലം ഏതാണെന്ന് നോക്കാം. ദ ഫാമർ വെൻ നിയർ ദ പാലസ്. അങ്ങനെ ഫാർമർ എവിടെ പോയി? നിയർ ദ പാലസ്, കൊട്ടാരത്തിനടുത്തേക്ക് പോയി. വെൻറ്റ് അല്ലേ? ദ ഫാമർ വെൻ നിയർ ദ പാലസ്. ദ വാസ് എ ഹ്യൂജ് വാൾ അറൗണ്ട് ഇറ്റ്. അപ്പോൾ ആ പാലസിന് ചുറ്റും, ആ കൊട്ടാരത്തിന് ചുറ്റും ദ വാസ് എ ഹ്യൂജ് വാൾ, വെരി ബിഗ് വാൾ, വളരെ ഉയരത്തിലുള്ള വളരെ വലിയ ഒരു എന്തുണ്ടായിരുന്നു? ചുമരുണ്ടായിരുന്നു അതിന് ചുറ്റും. ഹി ഫൗണ്ട് എ ലൂസ് ബ്രിക്ക് ഇൻ ദ വോൾ. ആ ചുമരിനിടയിൽ ഒരു ലൂസായി, അങ്ങനെ പറഞ്ഞാൽ എന്താ, നമ്മുടെ കുറച്ച് വിടവ് കാണുന്ന ഒരു ഇഷ്ടിക ഉള്ള ഒരു ഭാഗം ഉണ്ടായിരുന്നു വോളിൽ, ആ ചുമരിൽ. ദിസ് ഈസ് എ സേഫ് പ്ലേസ് ടു ഹൈഡ് മൈ കോയിൻ. അപ്പോൾ ഇയാൾ വിചാരിച്ചു ഈ ഒരു ഗ്യാപ്പാണ് അല്ലെങ്കിൽ ഈ വിടവാണ്, ഇവിടെ ഇതാണ് എൻ്റെ സേഫ് പ്ലേസ്, സുരക്ഷിതമായ സ്ഥലം കോയിൻ വെക്കാനെന്നുള്ള. ഹി സെഡ് ടു ഹിംസെൽഫ്. അദ്ദേഹം സ്വയം പറഞ്ഞു. ദ ഫാമർ പുട്ട് ഹിസ് ഹാൻഡ് ഇൻ ഹിസ് പോക്കറ്റ് ആൻഡ് ഫെൽറ്റ് ദ കോയിൻ. ഫാമർ തൻ്റെ കൈ പോക്കറ്റിലേക്ക് ഇട്ടു. അവിടെ തൻ്റെ കോയിൻ ഉണ്ടെന്ന് മനസ്സിലാക്കി. ഹി ടിപ്ടോഡ് ടുവേർഡ്സ് ദ വോൾ ആൻഡ് ടുക്ക് ദ ബ്രിക്ക് ഔട്ട്. അപ്പോൾ ഇയാൾക്ക് എത്തുന്നില്ല, വോള് നല്ല ഉയരത്തിലുള്ള വോളാണല്ലോ, അപ്പോൾ അതിൽ ആ ബ്രിക്ക് ഇരിക്കുന്ന ഭാഗവും ഹൈറ്റ് ഉള്ളതാണ്. അപ്പോൾ അവന് എന്ത് ചെയ്തു? അദ്ദേഹം, ഈ ഫാർമർ എന്ത് ചെയ്തു? ടിപ്ടോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തള്ളവിരലിൽ ഊന്നിയിട്ട് നമ്മൾ നിൽക്കുമല്ലോ എത്താത്ത കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ തള്ളവിരലിൽ ഊന്നിയിട്ട് കാല് എത്തിച്ച് ആ ചുമരിൻ്റെ ഇടയിൽ നിന്ന് എന്തെടുത്തു? ആ ഒരു ഇഷ്ടിക പുറത്തേക്ക് എടുത്തു. കെയർഫുള്ളി ഹി കെപ്റ്റ് ദ ഗോൾഡ് കോയിൻ ഇൻ ദ ഗ്യാപ്പ്. എന്നിട്ട് ആ ഗ്യാപ്പിൽ, ആ ഒരു വിടവിലേക്ക് വളരെ ശ്രദ്ധാപൂർവം അവൻ തൻ്റെ ഗോൾഡ് കോയിൻ വെച്ചു. ആൻഡ് പ്ലേസ് ദ ബ്രിക്ക് ബാക്ക്. എന്നിട്ട് വീണ്ടും ആ ഒരു ഇഷ്ടിക വീണ്ടും തിരികെ വെച്ചു. ബി സേഫ് ഹിയർ മൈ ഡിയർ കോയിൻ, യു ആർ മൈ ലൈഫ്. ഇവിടെ നീ സേഫായിട്ടിരിക്കുക എൻ്റെ പ്രിയപ്പെട്ട നാണയമേ. യു ആർ മൈ ലൈഫ്, നീ എൻ്റെ ജീവിതമാണ് എന്നൊക്കെ പറയാണ്. ഹി വിസ്പേർഡ്, അവൻ മന്ത്രിച്ചു. ഹി വാക്ക്ഡ് ഹോം ഹാപ്പിലി. വളരെ സന്തോഷത്തോടെ വീട്ടിലേക്ക് നടന്നു. വൈ ഡിഡ് ദ ഫാമർ ഡിസൈഡ് ടു കീപ് ദ കോയിൻ ഇൻ ദ വോൾ? എന്തുകൊണ്ടാണ് ആ കർഷകൻ ആ നാണയത്തെ ചുമരിൽ വെക്കാൻ വേണ്ടി തീരുമാനിച്ചത്? വിൽ ദ കോയിൻ ബി സേഫ് ദെയർ? അവിടെ ആ കോയിൻ സുരക്ഷിതമായിരിക്കുമോ? വൈ ഡു യു തിങ്ക് സോ? എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത്? അടുത്ത സബ് ഹെഡിങ് ആണ് ദ ഡിസിഷൻ. ദ ഡിസിഷൻ മീൻസ് തീരുമാനം. മന്ത്സ് പാസ്റ്റ്. Dum, dum, dum. The farmer and his wife heard the sound of drums. An announcement echoed in the air. Oh, it's a carnival. I wish I could see it, his wife said. But we don't have any money, the farmer replied. Every day you work like a horse, but your pockets are always empty, his wife said. The farmer left the house without uttering a word. She has never demanded anything till now. How can I take her to the carnival? He was very sad. Suddenly, he thought about the gold coin. He decided to take it back. അങ്ങനെ ദ ഡിസിഷൻ എന്താണെന്ന് നോക്കാം. മന്ത്സ് പാസ്റ്റ്, മാസങ്ങൾ കടന്നുപോയി. ഡം ഡം ഡം, ഒരു ശബ്ദം കേൾക്കണം അല്ലേ? ദ ഫാമർ ആൻഡ് ഹിസ് വൈഫ് ഹേർഡ് ദ സൗണ്ട് ഓഫ് ഡ്രംസ്. അപ്പോൾ ഡ്രം അടിക്കുന്ന ബീറ്റ് കേൾക്കുകയാണ് ഫാർമറും തൻ്റെ വൈഫും. ആൻ അനൗൺസ്മെൻറ്റ് എക്കോഡ് ഇൻ ദ എയർ. എന്തോ ഒരു അനൗൺസ്മെൻറ്റ് ഇങ്ങനെ ശബ്ദമുഖരിതമായിട്ട് ഇങ്ങനെ എയറിൽ പരക്കുന്നുണ്ട്. ഓ, ഇറ്റ്സ് എ കാർണിവൽ. ഐ വിഷ് ഐ കുഡ് സീ ഇറ്റ്, ഹിസ് വൈഫ് സെഡ്. അതൊരു കാർണിവലാണ്, ഒരു ഉത്സവമാണ് അല്ലെങ്കിൽ ഒരു ആഘോഷമാണ്, ഞാനത് കാണണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് തൻ്റെ ഫാർമറിൻ്റെ വൈഫ് പറയുന്നു. ബട്ട് വി ഡോണ്ട് ഹാവ് എനി മണി, ദ ഫാമർ റിപ്ലൈഡ്. ആ ഫാമർ മറുപടി പറയണം, പക്ഷെ നമ്മുടെ അടുത്ത് പണമൊന്നും ഇല്ലല്ലോ. എവറി ഡേ യു വർക്ക് ലൈക്ക് എ ഹോഴ്സ്. എന്നും നിങ്ങൾ ഒരു കുതിരയെ പോലെ പണിയെടുക്കുന്നുണ്ട്. ബട്ട് യുവർ പോക്കറ്റ്സ് ആർ ഓൾവേസ് എംപ്റ്റി. പക്ഷെ നിങ്ങളുടെ പോക്കറ്റ് എന്നും കാലിയാണല്ലോ, ഹിസ് വൈഫ് സെഡ്. അവൻ്റെ ഭാര്യ പറഞ്ഞു. ദ ഫാമർ ലെഫ്റ്റ് ദ ഹൗസ് വിത്തൗട്ട് അട്ടറിങ് എ വേർഡ്. അപ്പോൾ ഒരു വാക്കും പറയാതെ, ഒരു വാക്കും ഉച്ചരിക്കാതെ ഫാമർ അവൻ്റെ വീട്ടിൽ നിന്നും പോയി.
ലെഫ്റ്റ് എന്നാണ് ഉപേക്ഷിച്ചു, എന്നാൽ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി എന്നുള്ള അർത്ഥമേ ഉള്ളൂ. ഷി ഹാസ് നെവർ ഡിമാൻഡഡ് എനിത്തിങ് ടിൽ നൗ. ഇന്ന് വരെ ആയിട്ട് അവൾ ഒന്നും തന്നെ എന്നോട് ആവശ്യപ്പെട്ടിരുന്നില്ല. ഹൗ ക്യാൻ ഐ ടേക്ക് ഹർ ടു ദ കാർണിവൽ. ഞാൻ എങ്ങനെ അവളെ കാർണിവലിന് കൊണ്ടുപോകും? ഹി വാസ് വെരി സാഡ്. അവൻ വളരെ ദുഃഖിതനായിരുന്നു. സഡൻലി പെട്ടെന്ന് ഹി തോട്ട് അബൌട്ട് ദ ഗോൾഡ് കോയിൻ. അവൻ എന്ത് ഓർമ്മ വന്നു? ആ സ്വർണ്ണ നാണയത്തെക്കുറിച്ച് ഓർത്തു, ചിന്തിച്ചു. ഹി ഡിസൈഡഡ് ടു ടേക്ക് ഇറ്റ് ബാക്ക്. അത് തിരിച്ചെടുക്കാമെന്ന് അവൻ തീരുമാനിച്ചു. വിൽ ദ ഫാമർ ഗെറ്റ് ദ ഗോൾഡ് കോയിൻ ബാക്ക്? വൈ ഡു യു തിങ്ക് സോ? ആ ഫാർമർക്ക് തൻ്റെ ഗോൾഡ് കോയിൻ തിരിച്ചു കിട്ടുമോ? വൈ ഡു യു തിങ്ക് സോ? എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത്? നോക്കാം. ബാക്ക് ടു ദ പാലസ്. ദ ഫാമർ ഹറീഡ് ടു ദ പാലസ്. No security guards here. He moved towards the wall. Suddenly, he saw the king standing on the balcony. He was frightened. Who is there? A guard shouted. The farmer started running. The king saw him. Why is that man running? He wondered. Stop the man and bring him in, he ordered. The soldiers chased the farmer, caught him and took him to the king. ബാക്ക് ടു ദ പാലസ്. അങ്ങനെ വീണ്ടും ആ പാലസിൻ്റെ അടുത്തേക്ക് പാലസിലേക്ക് തിരിച്ചു പോവുകയാണ്. ആര്? നമ്മുടെ ഫാർമർ. എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ടു ഗെറ്റ് ദ ഗോൾഡ് കോയിൻ. തൻ്റെ ഗോൾഡ് കോയിൻ കിട്ടാൻ വേണ്ടിയിട്ട്. ദ ഫാമർ ഹറീഡ് ടു ദ പാലസ്. അങ്ങനെ ധൃതിപ്പെട്ട് ഫാർമർ പാലസിലേക്ക്, കൊട്ടാരത്തിലേക്ക് നടന്നു പോവുക. ഹറി ചെയ്യുന്നതാണ്, ധൃതിപ്പെട്ട് പോവുകയാണ്. നോ സെക്യൂരിറ്റി ഗാർഡ്സ് ഹിയർ. ഒരു സെക്യൂരിറ്റി ഗാർഡ് ഒന്നുമില്ല അവിടെ. ഹി മൂവ് ടുവേർഡ്സ് ദ വാൾ. അങ്ങനെ അയാൾ ആ ഒരു ചുമരിൻ്റെ അടുത്തേക്ക് നീങ്ങി. സഡൻലി ഹീ സോ ദ കിങ് സ്റ്റാൻഡിങ് ഓൺ ദ ബാൽക്കണി. പെട്ടെന്നാണ് അവൻ എന്ത് കണ്ടത്? ആ ബാൽക്കണിയിൽ രാജാവ് നിൽക്കുന്നത് കണ്ടത്. ഹി വാസ് ഫ്രൈറ്റൻ. അവനാകെ പേടിച്ചു. ഹു ഈസ് ദ? എ ഗാർഡ് ഷൗട്ടഡ്. അപ്പോൾ ഒരു ഗാർഡ് അവിടെ ഉണ്ടായിരുന്നു. അവൻ ചോദിച്ചു, ആരാണത്? ദ ഫാമർ സ്റ്റാർട്ടഡ് റണ്ണിങ്. അപ്പോൾ ഫാർമർ പേടിച്ചിട്ട് ഓടാൻ തുടങ്ങി. ദ കിങ് സോ ഹിം. കിങ് ഇവനെ കണ്ടു. വൈ ഈസ് ദാറ്റ് മാൻ റണ്ണിങ്? എന്തുകൊണ്ടാണ് അയാൾ ഓടുന്നത്? ഹി വണ്ടേർഡ്. നമ്മുടെ രാജാവ്, കിങ് അത്ഭുതപ്പെട്ടു. സ്റ്റോപ്പ് ദ മാൻ ആൻഡ് ബ്രിങ് ഹിം ഇൻ. അയാൾ അവിടെ പിടിച്ചു നിർത്തിയിട്ട് വേഗം ഇങ്ങോട്ട് കൊണ്ടുവരൂ എന്ന് കിങ് ഓർഡർ ചെയ്തു, കൽപ്പിച്ചു. സോൾജേഴ്സ് ചേസ് ദ ഫാമർ. ആ പട്ടാളക്കാരെല്ലാം തന്നെ ഫാർമറുടെ കൂടെ, നമ്മുടെ കൃഷിക്കാരൻ്റെ പിന്നാലെ ഓടി, ഫോളോ ചെയ്തു പോയി. കോട്ട് ഹിം ആൻഡ് ടുക്ക് ഹിം ടു ദ കിങ്. അവനെ പിടിച്ച് നമ്മുടെ രാജാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. വൈ ഡിഡ് ദ കിങ് ഓർഡർ ടു ബ്രിങ് ദ ഫാമർ? എന്തുകൊണ്ടാണ് ആ കിങ് ഫാമറെ കൊണ്ടുവരാൻ വേണ്ടി ഓർഡർ ചെയ്തത്? വാട്ട് വിൽ ഹാപ്പൻ ടു ദ ഫാമർ? എന്താണ് ഫാർമറിന് സംഭവിച്ചിരിക്കുന്നത്? നോക്കാം. അറ്റ് ദ റോയൽ കോർട്ട്. രാജാവിൻ്റെ കൊട്ടാരത്തിൽ. വൈ ഡിഡ് യു റൺ അവേ? ദ കിങ് ആസ്ക്ഡ്. ദ ഫാമർ ലുക്ക്ഡ് ഡൗൺ. ഹി വാസ് ഷിവറിങ്. വാട്ട് ഹാപ്പൻ? ദ കിങ് ആസ്ക്ഡ്. The farmer told him the whole story. The king decided to have some fun. Okay, he said, I will give you another gold coin. Go home. Why did you run away? The king asked. അങ്ങനെ രാജാവ് ചോദിച്ചു, നീ എന്തിനാ ഓടിപ്പോയത്? The farmer looked down. He was shivering. ഫാമർ ആകെ പേടിച്ച് താഴേക്ക് നോക്കി. അവന് വിറയ്ക്കുന്നുണ്ടായിരുന്നു. What happened? The king asked. എന്താണ് സംഭവിച്ചത് എന്ന് കിങ് ചോദിച്ചു. ഫാമർ ടോൾ ഹിം ദ ഹോൾ സ്റ്റോറി. അങ്ങനെ കർഷകൻ എല്ലാ സ്റ്റോറിയും, മൊത്തം കഥ പറഞ്ഞു. ദ കിങ് ഡിസൈഡ് ടു ഹാവ് സം ഫൺ. അപ്പോൾ കിങ് വിചാരിച്ചു, നമ്മുടെ രാജാവ് വിചാരിച്ചു ഒരു തമാശ ഒപ്പിക്കാം. ഓക്കെ, ഹി സെഡ്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു, ഐ വിൽ ഗിവ് യു അനദർ ഗോൾഡ് കോയിൻ. ഗോ ഹോം. ഞാൻ നിനക്ക് മറ്റൊരു ഗോൾഡ് കോയിൻ, മറ്റൊരു സ്വർണ്ണ നാണയം തരാം, നീ വീട്ടിൽ പോ. വൈ ഡു ദ കിങ് ഡിസൈഡ് ടു ഗിവ് ദ ഫാമർ എ ഗോൾഡ് കോയിൻ? എന്തുകൊണ്ടാണ് രാജാവ് തീരുമാനിച്ചത് ഫാർമറിനൊരു ഗോൾഡ് കോയിൻ കൊടുക്കാമെന്ന്? വിൽ ദ ഫാമർ ആക്സെപ്റ്റ് ദ ഗോൾഡ് കോയിൻ? ആ ഗോൾഡ് കോയിൻ ഫാമർ ആക്സെപ്റ്റ് ചെയ്യുമോ, സ്വീകരിക്കുമോ? നോക്കാം. ദ ഓഫർ. എന്താണ് ഓഫർ എന്ന് നോക്കാം. The farmer became confused. I'm sorry, Your Majesty. Please allow me to take my coin. Forget your coin. Take 2 gold coins instead, offered the king. Sorry, Your Majesty. The farmer refused. My coin is so precious to me, he said. The king started increasing the number of coins he offered. 10 coins, 100 coins, 1000 coins, and so on. But the farmer was still not ready to accept the king's offer. അപ്പോൾ നോക്കാം. ദ ഫാമർ ബിക്കെയിം കൺഫ്യൂസ്ഡ്. അപ്പോൾ ആദ്യം പറഞ്ഞു, നമ്മുടെ കിങ് പറഞ്ഞു, നിനക്ക് മറ്റൊരു കോയിൻ തരാം, മറ്റൊരു ഗോൾഡ് കോയിൻ തരാം, നീ വീട്ടിൽ പോയിക്കോ എന്ന് പറഞ്ഞപ്പോൾ
നമ്മുടെ ഈ ഓഫർ, രാജാവിൻ്റെ ഈ ഓഫർ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനായി നമ്മുടെ ഫാർമർക്ക്. ഐ എം സോറി യുവർ മെജസ്റ്റി, എന്നോട് ക്ഷമിക്കണം രാജാവേ. പ്ലീസ് അലോ മീ ടു ടേക്ക് മൈ കോയിൻ, എനിക്ക് എൻ്റെ ഗോൾഡ് കോയിൻ എടുക്കാൻ വേണ്ടി ഒന്ന് സമ്മതിക്കൂ. ഫൊർഗെറ്റ് യുവർ കോയിൻ, നിൻ്റെ ഗോൾഡ് കോയിൻ നീ മറന്നേക്കൂ. ടേക്ക് 2 ഗോൾഡ് കോയിൻ ഇൻസ്റ്റെഡ്, അപ്പോൾ നിനക്ക് എന്ത് തരാം, ഒന്നിന് പകരം 2 ഗോൾഡ് കോയിൻസ് തരാം എന്ന് പറഞ്ഞ് രാജാവ് ഓഫർ ചെയ്തു. സോറി യുവർ മെജസ്റ്റി, ക്ഷമിക്കണം അങ്ങുന്നേ. നമ്മൾ ഈ മെജസ്റ്റി എന്ന് പറയുന്നത് രാജാവിനെ റെസ്പെക്റ്റ് ചെയ്ത് കാണിക്കുന്ന വേർഡാണ്. ദ ഫാമർ റെഫ്യൂസ്ഡ്, അതും നമ്മുടെ ഫാമർ 2 എടുത്തോന്ന് പറഞ്ഞപ്പോഴും ഫാർമർ നിരസിച്ചു. മൈ കോയിൻ ഈസ് സോ പ്രിഷ്യസ് ടു മീ, എൻ്റെ ഗോൾഡ് കോയിൻ, എൻ്റെ നാണയം എനിക്ക് വളരെയധികം വിലപ്പെട്ടതാണ് എന്നവൻ പറഞ്ഞു. ദ കിങ് സ്റ്റാർട്ടഡ് ഇൻക്രീസിങ് ദ നമ്പർ ഓഫ് കോയിൻസ് ഹി ഓഫേർഡ്, അപ്പം കിങ് എന്ത് ചെയ്തു, രാജാവ് എന്ത് ചെയ്തു, അവന് കൂടുതൽ എണ്ണം കോയിൻസ് ഓഫർ ചെയ്യാൻ തുടങ്ങി. 10 കോയിൻസ് 10 നാണയങ്ങൾ, 100 കോയിൻസ് 100 നാണയങ്ങൾ, 1000 കോയിൻസ് 1000 നാണയങ്ങൾ, അങ്ങനെ സോ ഓൺ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു, എണ്ണം കൂട്ടിക്കൊണ്ടിരുന്നു. ബട്ട് ദ ഫാമർ വാസ് സ്റ്റിൽ നോട്ട് റെഡി ടു ആക്സെപ്റ്റ് ദ കിങ്സ് ഓഫർ. പക്ഷേ ഈ കൃഷിക്കാരൻ രാജാവിൻ്റെ ഓഫറൊന്നും തന്നെ സ്വീകരിക്കാൻ തയ്യാറായില്ല. വൈ ഡിഡ്ന്റ് ദ ഫാമർ ആക്സെപ്റ്റ് ദ കിങ്സ് ഓഫർ, എന്തുകൊണ്ടായിരിക്കാം ഫാമർ കിങ്ങിൻ്റെ ഓഫറൊന്നും സ്വീകരിക്കാത്തത്? ഇഫ് യു വർ ദ ഫാമർ, നിങ്ങൾ ആ ഫാർമർ ആയിരുന്നെങ്കിൽ വാട്ട് വുഡ് യു ഡു, നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക എന്നാണ് ചോദ്യം. എ ക്ലവർ ഐഡിയ, നോക്കാം, ഒരു ബുദ്ധിപരമായ ആശയം. ഫൊർഗെറ്റ് യുവർ കോയിൻ, ഐ വിൽ ഗിവ് യു ഹാഫ് ഓഫ് മൈ കിങ്ഡം, ദ കിങ് സെഡ്. വിച്ച് half do you want? Which half do you want? You can decide. The king continued. The farmer thought for a while. Your Highness, I will take the half where my coin is kept. Then I will get my coin and give back your kingdom, he said. The king liked the farmer's idea. A smile appeared on his face. I admire your hard work and honesty. You can take your coin along with my gift, the king said. The farmer was surprised to see the glittering gold coins. അപ്പോൾ എന്താണ് ആ ക്ലെവർ ഐഡിയ, ഒരു സൂത്രമുള്ള ഒരു ആശയം എന്താണെന്ന് നോക്കാം. ഫൊർഗെറ്റ് യുവർ കോയിൻ, നിൻ്റേതാണ് നീ മറന്നേക്കൂ. ഐ വിൽ ഗിവ് യു ഹാഫ് ഓഫ് മൈ കിങ്ഡം, ഞാൻ നിനക്ക് എൻ്റെ രാജ്യത്തിൻ്റെ പകുതി അങ്ങ് തരാം. ദ കിങ് സെഡ്, രാജാവ് പറഞ്ഞു. വിച്ച് ഹാഫ് ഡു യു വാണ്ട്? യു ക്യാൻ ഡിസൈഡ്, ഏത് പകുതിയാണ് നിനക്ക് വേണ്ടത്, നിനക്ക് തീരുമാനിക്കാം. ദ കിങ് കണ്ടിന്യൂഡ്, കിങ് തുടർന്ന് പറഞ്ഞു. ദ ഫാമർ തോട്ട് ഫോർ എ വൈൽ, കർഷകൻ ആലോചിച്ചു കുറച്ച് നേരം. യുവർ ഹൈനസ്, ഐ വിൽ ടേക്ക് ദ ഹാഫ് വേർ മൈ കോയിൻ ഈസ് കെപ്റ്റ്. എന്താ നമ്മുടെ ഫാർമർ പറഞ്ഞത്? യുവർ ഹൈനസ്, അങ്ങുന്നേ, ഐ വിൽ ടേക്ക് ദ ഹാഫ് വേർ മൈ കോയിൻ ഈസ് കെപ്റ്റ്. എൻ്റെ നാണയം സൂക്ഷിച്ചിരിക്കുന്ന ആ ഭാഗത്തിൻ്റെ, ആ കിങ്ഡത്തിൻ്റെ ആ പകുതി മതി. ഐ വിൽ ടേക്ക് ദ ഹാഫ്, ഞാൻ ആ പകുതി എടുത്തോളാം. വേർ മൈ കോയിൻ ഈസ് കെപ്റ്റ്, എൻ്റെ നാണയം സൂക്ഷിച്ച ആ ഒരു കിങ്ഡത്തിൻ്റെ പാർട്ട് ഞാൻ എടുത്തോളാം. ദെൻ ഐ വിൽ ഗെറ്റ് മൈ കോയിൻ, എന്നിട്ട് എൻ്റെ ഗോൾഡ് കോയിൻ എടുത്തതിന് ശേഷം ആൻഡ് ഗിവ് ബാക്ക് യുവർ കിങ്ഡം, നിങ്ങളുടെ കിങ്ഡം തിരിച്ചു തരാം, രാജ്യം വീണ്ടും തിരിച്ച് നിങ്ങൾ തന്നെ തരാം എന്ന് നമ്മുടെ ഫാർമർ പറയണം. ഹി സെഡ്. ദ കിങ് ലൈക്ഡ് ദ ഫാമേഴ്സ് ഐഡിയ, അപ്പോൾ രാജാവിന് ഫാർമറുടെ ആശയം ഇഷ്ടപ്പെട്ടു. എ സ്മൈൽ അപ്പിയർഡ് ഓൺ ഹിസ് ഫേസ്, ഒരു പുഞ്ചിരി അദ്ദേഹത്തിൻ്റെ മുഖത്തെ പ്രത്യക്ഷപ്പെട്ടു. ഐ അഡ്മയർ യുവർ ഹാർഡ് വർക്ക് ആൻഡ് ഹോണസ്റ്റി, ഞാൻ നിങ്ങളുടെ ഹാർഡ് വർക്കും കഠിനാധ്വാനവും അതുപോലെ തന്നെ സത്യസന്ധതയും ഇഷ്ടപ്പെടുന്നു. അഡ്മയർ ആരാധിക്കുന്നു, ഇഷ്ടപ്പെടുന്നു എന്നുള്ള അർത്ഥമാണ് ഇവിടെ. യു ക്യാൻ ടേക്ക് യുവർ കോയിൻ അലോങ് വിത്ത് മൈ ഗിഫ്റ്റ്, നിനക്ക് നിൻ്റെ കോയിൻ്റെ കൂടെ എൻ്റെ ഗിഫ്റ്റും കൂടെ, എൻ്റെ ഗിഫ്റ്റിൻ്റെ കൂടെ നിങ്ങളുടെ ഗോൾഡ് കോയിനും കൂടെ എടുക്കാം എന്ന് അദ്ദേഹം പറയണം. ദ കിങ് സെഡ്. ദ ഫാമർ വാസ് സർപ്രൈസ്ഡ് ടു സീ ദ ഗ്ലിറ്ററിങ് ഗോൾഡ് കോയിൻസ്, അങ്ങനെ ഫാമർ വളരെയധികം അത്ഭുതപ്പെടുകയാണ്. എന്ത് കണ്ടിട്ട്? ടു സീ ദ ഗ്ലിറ്ററിങ് ഗോൾഡ് കോയിൻസ്. അപ്പോൾ നമ്മുടെ രാജാവ് നൽകിയ നല്ല തിളങ്ങുന്ന സ്വർണ്ണ നാണയങ്ങൾ കണ്ടിട്ട് ഫാമർ വാസ് സർപ്രൈസ്, ഫാർമർ അത്ഭുതപ്പെട്ട് പോവുകയാണ്. ദിസ് ഈസ് ദ സ്റ്റോറി.